അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, എന്നെ കേൾക്കുന്നവർ, ഇതിൽ കൂടെയും യൂട്യൂബിലൊക്കെ കൂടെയും കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറന്നു പോകരുത്. വളരെ സന്തോഷത്തോടെ ആയിരിക്കണം ദിവസത്തിലായിരിക്കേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ സ്പീക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു വാക്യം വായിക്കാം. ഗലാത്യർക്ക് ലേഖനം, ഗലാത്യർ 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ഗലാത്യർ 4:6. സ്തോത്രം. കുറച്ച് വായിച്ചാട്ടെ, ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. അതെ, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നിങ്ങൾ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ, അല്ലെ സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുകയാണ്. അത് അയക്കപ്പെട്ടതും അത് പ്രാപിച്ചതുമായ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്തോഷത്തോടെ സ്തുതിച്ചാട്ടെ. അങ്ങനെ നമ്മൾ മക്കളാണെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷത്തോടെ ഇരിക്കാം. നമ്മൾ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഒന്ന് ആഴത്തിലേക്ക് ഒന്ന് വചനം ഒന്ന് ഇറങ്ങണം. സ്തോത്രം. നമ്മളെ പലപ്പോഴും ദൈവം കരുതുന്നു, നടത്തുന്നു, ശരിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ, ഈ കുഞ്ഞുങ്ങൾ, ഈ പിതാവ്, തന്റെ മക്കൾ ഇവിടെ ആയിരിക്കണം. നമ്മുടെ മക്കളൊക്കെ ഉണ്ട്. നമ്മുടെ പിതാവ് നമ്മളെ എങ്ങനെ സ്നേഹിച്ചു, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ കരുതുന്നു? അവർ വീടുവാൻ സമ്മതിക്കുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ വീടുവാൻ ദൈവം സമ്മതിക്കുമോ? അങ്ങനെ വിശ്വാസമുള്ള സന്തോഷത്തോടെ ഇതാട്ടെ. ഞാൻ പറയുന്ന അർത്ഥം നമ്മുടെ ഉള്ളിലൊന്ന് കയറണം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കരഞ്ഞുള്ള പരിപാടി ഇനിയില്ല. വിശ്വസിക്കുന്ന ജീവിതം ശ്രദ്ധിച്ചാട്ടെ. അത് മനസ്സിലാക്കി ഒന്ന് സന്തോഷത്തോടെ ദൈവമക്കളാക്കി സന്തോഷത്തോടെ നയിക്കട്ടെ. അതാണ് വേണ്ടത്. സന്തോഷമാണ് ദൈവത്തിന് വേണ്ടത്. എപ്പോഴും എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷിപ്പിക്കും. ഇടപെടാതെ പ്രാർത്ഥിപ്പിക്കും. ഈ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവർക്ക് സന്തോഷം എപ്പോഴും ഉണ്ട്. ഇവിടെ നമ്മുടെ ദൈവം നമ്മുടെ മേൽ അയച്ചിരിക്കുന്ന ആത്മാവ്, നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവ്, അതെ, ആരുടെ ആത്മാവാ? പുത്രത്വത്തിന്റെ ആത്മാവ്, സ്വപുത്രന്റെ ആത്മാവ്, യേശുക്രിസ്തുവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അതുകൊണ്ട് നമ്മളിനി ആരല്ല? ദാസന്മാരല്ല, പുത്രന്മാരത്രേ. എന്ന് പറഞ്ഞാട്ടെ, ഞാൻ പുത്രനാ. എന്നിട്ട് പറഞ്ഞാട്ടെ, ഞാൻ ആരാണിനി? ദാസനല്ല. ഒന്ന് കരുവെടുത്ത് പറഞ്ഞാട്ടെ, ഞാനിനി ദാസനല്ല, ഞാൻ പുത്രനാണ്. ഞാൻ പുത്രനെങ്കിൽ എനിക്ക് എന്തോ ഉണ്ട്? അവകാശമുണ്ട്. അത് പറയട്ടെ, ഞാൻ പുത്രനാണ്, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിലെ സകല അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് എഫെസ്യ ലേഖനക്കാരനായ പൗലോസ് പറയുകയുണ്ടായി, എന്താ പറഞ്ഞത്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്തോത്രം. നമ്മൾ ആരാണെന്ന് പറഞ്ഞത്? ആരാ? അയ്യോ, മറന്നുപോയോ? ഹലോ, ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ ആരാണ്? നിങ്ങൾ വാ തുറന്ന് പറയുമ്പോൾ പിശാച് ദൂരോട്ട് ഓടിപ്പോകും. ഇത് എപ്പോഴും പറയണം, ഞാൻ ആരാ? ഞാൻ ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ്. ഞാൻ പുത്രനാണ്. ഞാനിതിന് കവലപ്പെടുന്നത് എനിക്ക് കവലയില്ലേ? ഈ പുത്രനല്ലാത്തത് കൊണ്ടാണ് ഈ കിടന്ന കവലയാ, ദുഃഖമാണ്. സ്തോത്രം. ഈ അബ്ബ പിതാവേ അല്ലെ പിതാവേ എന്ന് വിളിച്ച ഭാഗം വേറെ എവിടെയെങ്കിലും ഉണ്ടോ ബൈബിളിൽ? ഉണ്ടോ? യെസ്. എവിടെയാ? പറഞ്ഞാട്ടെ. പിതാവേ എന്ന് വിളിച്ചത് യേശുദാസനെ വിളിച്ചതാ. യേശുദാസന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഇവിടെ അറിയാമോ?
ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചൊരു ഭാഗമുണ്ടല്ലോ. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 11-ാമത്തെ അധ്യായം എടുത്താട്ട് വായിച്ചാൽ. വിശുദ്ധ ലൂക്കോസ് 11-ാമത്തെ അധ്യായം. ഒന്നാമത്തെ വാക്കിനൊരു വൈര്. അവൻ ഒരു സ്ഥലത്ത് ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനപ്രതി തരണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന ഏവനോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞില്ലേ? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്തുവായിരുന്നു? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പറഞ്ഞു തരണമേ, ക്ഷമിക്കണമേ. ദുഷ്ടങ്ങൾ ഞങ്ങളെ. ഇത്രേ ഉള്ളൂ പ്രാർത്ഥന അല്ലേ? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? എന്നിട്ട് അതിൻ്റെ താഴെ കർത്താവ് ചില ഉപമകൾ പറഞ്ഞു. അതെന്തിനാ പറഞ്ഞത്? പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചാട്ടെ. ആദ്യമായിട്ട് പിതാവേ എന്ന് വിളിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥന ഇതേ ഉള്ളൂ. പഴയ നിയമത്തിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാർത്ഥന കേട്ടിട്ടുണ്ട് ഇല്ലേ? ശലോമോൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇപ്പൊ അദ്ദേഹം വായിച്ചപ്പോൾ അതിന് മറുപടിയാണ് ദൈവം പറഞ്ഞത്. ശലോമോന്റെ പ്രാർത്ഥന 7-ാമത്തെ അദ്ദേഹത്തെ പറഞ്ഞു. ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങി. പക്ഷെ കർത്താവ് പറഞ്ഞു, ഈ ആലയത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ നാമത്തിനനുസരിച്ച് നിന്നില്ല എങ്കിൽ, എന്റെ കൽപ്പന അനുസരിച്ച് നടന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളെ ദേശത്തിൽ നിന്ന് മാറ്റിക്കളയും, ഈ ആലയത്തെ ശൂന്യമാക്കും. അനേകർ നോക്കിക്കൊണ്ട് പറയും, ഈ ആലയത്തെ നോക്കിക്കൊണ്ട് പറയും, എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുവാൻ ഇടയായിട്ടുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പൊ അവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ശലോമോൻ എന്താ പറയുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ ഇല്ലേ? ഏലിയോ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ഇസ്രായേലിന്റെ ദൈവമേ. ഇങ്ങനെ അനേക പ്രാർത്ഥനകൾ കേട്ടോ. എല്ലായിടത്തും ദൈവമേ ദൈവമേ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ യഹോവേ എന്ന് പറഞ്ഞ പല പ്രാർത്ഥനകളാണ് കേട്ടിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ച ആരാ? യേശു മാത്രമേ പഠിപ്പിച്ചു. യേശുവിന്റെ പ്രാർത്ഥന വന്നു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, യേശുവിനോട് ശിഷ്യന്മാർ പറയുകയാണ്, പഠിപ്പിക്കുക, ഞങ്ങളെ കൂടെ പഠിപ്പിക്കും. യോഹന്നാന്റെ ശിഷ്യന്മാർക്കൊക്കെ പ്രാർത്ഥിക്കാൻ അറിയാം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഇത് പ്രാർത്ഥിക്കാൻ പഠിക്കണമെന്ന് എത്ര പേർക്ക് കൂടെ ആഗ്രഹമുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കും? ആഗ്രഹമുള്ളവർക്ക് അതൊന്ന് കരവുയർത്തിയാട്ടെ. ഇതുകൊണ്ട് പ്രാർത്ഥന പഠിക്കാൻ പോകുന്നു. പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? സ്തോത്രം. ഇന്നത്തെ ചിന്താ വിഷയം അതാ, ഇന്നത്തെ കാര്യം അതാ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കാം? സ്തോത്രം. ഇവിടെ ശിഷ്യന്മാർ ചോദിക്കുക, കർത്താവിനോട് പറയാണ്, കർത്താവെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. യേശു തമ്പുരാൻ തന്റെ പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ എന്നാണോ പറഞ്ഞത്? സർവശക്തനായ ദൈവമേ എന്നാണോ പറഞ്ഞത്? ഈ അവിടെ എന്താ മനസ്സിലാക്കാൻ പറ്റുന്ന? ആ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? റിലേഷൻഷിപ്പ്, ഒരു ബന്ധമാണ്. എന്തുവാ അല്ലേ? ദൈവവും ആ തന്റെ മക്കളുമായിട്ടുള്ള, പിതാവും തന്റെ മക്കളുമായിട്ടുള്ള ഒരു ബന്ധമാണ് ആ പ്രാർത്ഥനയ്ക്കകത്ത് വരുന്നത്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതാ ഞാൻ ആദ്യം വായിച്ച വാക്യം. നിങ്ങൾ ഈ ദാസന്മാരല്ല. പഴയ നിമിഷം നമ്മൾ കേട്ടുണ്ട്, ദാസന്റെ കണ്ട യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ട യജമാന്റെ കയ്യിലേക്ക് വന്ന പോലെ കർത്താവെ ഞങ്ങൾ നോക്കുന്നു. ആ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പ്രാർത്ഥന അതല്ല. എന്റെ പിതാവേ. എത്ര പേർക്ക് അങ്ങനെ വിളിക്കാൻ പറ്റും? സ്തോത്രം. അങ്ങനെ വിളിക്കാൻ പറ്റുന്നെങ്കിൽ ആ ഒരു ബന്ധമാണ് ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്റെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകാത്തൊരു പ്രാർത്ഥന.
സ്തോത്രം. എന്റെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഇവിടെ ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധമാണ് ദൈവം യേശു ക്രിസ്തു ഇവിടെ ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ പിതാവേ പറയും. അതിന് ആദ്യത്തെ 3 ഭാഗങ്ങൾ അവിടെ എന്ത് പറഞ്ഞിട്ട്, നാമം ഗ്ലോറി നെയിം, നാമം മഹത്വപ്പെടണം, നിന്റെ കിങ്ഡം വരണം, രാജ്യം വരണം, നിന്റെ വിൽ, നിന്റെ ഇഷ്ടം ഈ ലോകത്തിൽ നടക്കണം. 3 കാര്യം അത് ദൈവ വിഷയമായിട്ടിരിക്കുന്നു. അടുത്ത 3 കാര്യം അത് നമ്മളെ മനുഷ്യരെ സംബന്ധിച്ച കാര്യങ്ങളാണ്. അടുത്തത് എന്തുവാ? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കണം, ഞങ്ങളുടെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണം. ഈ 3 കാര്യങ്ങളെ മനുഷ്യനെ ബന്ധിക്കുന്ന കാര്യങ്ങൾ. പാപം ക്ഷമിക്കണം, ഞങ്ങളുടെ പാപം ക്ഷമിക്കണം എന്ന് പറയാൻ കാരണം ഞങ്ങൾ പാപം ക്ഷമിച്ചുകൊണ്ടാണ് അവരോട് ചേർന്ന് വരുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ, അവിടുത്തെ 3 കാര്യങ്ങൾ ദൈവ വിഷയത്തോട് ബന്ധിച്ചു. ബാക്കിയുള്ള 3 കാര്യങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചോളാം. സ്തോത്രം. ഇത്രയും പറഞ്ഞ് കർത്താവ് പ്രാർത്ഥന നടത്തി. ശിഷ്യന്മാർ വിചാരിച്ചു പ്രാർത്ഥന ഇപ്പം കൊണ്ട് കഴിഞ്ഞില്ല. കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ഇല്ലെങ്കിൽ പറ. സ്തോത്രം. പറയൂ. ഇനി ഞാൻ ഇതിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ അത് ഞാൻ കർത്താവ് ഉപമ പറഞ്ഞത്. നമ്മൾ നോക്കുമ്പോൾ പ്രാർത്ഥന ഇവിടെ കൊണ്ട് കഴിഞ്ഞു. എല്ലാ പള്ളിക്കാരും പ്രാർത്ഥിക്കുന്നതും എല്ലാ സമുദായക്കാരും പ്രാർത്ഥിക്കുന്ന ഇത്രേ ഉള്ളൂ. പ്രാർത്ഥനയുടെ ഉള്ളടക്കം കർത്താവ് ഉപമയിൽ കൂടെ പറഞ്ഞു കൊടുക്കുക. ഒന്ന് പറഞ്ഞോട്ടെ, എന്താ? വായിച്ചാട്ടെ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു. അവന് വിളമ്പി കൊടുക്കുവാൻ എന്റെ പക്കൽ ഒന്നുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്. കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു. എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാൽ, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ മനസ്സിലാകാത്ത കുറെ കാര്യം പറയാം. ഒരു 3 കുഞ്ഞുങ്ങൾക്ക് വന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും 3 പേര് പറയും. 3 പേര് പറയും. എഴുതിച്ചോ പറഞ്ഞു. ഇനി വന്നേ നിന്നെ ഇവിടെ 3 പേര് വെച്ചത്. ഇവിടെ 3 പേര് നിൽക്കുന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഒരു സ്നേഹിതൻ. ഈ സ്നേഹിതൻ വഴിയാത്രയിൽ വന്ന് ഈ സ്നേഹിതന്റെ വീട്ടിൽ വന്നു. വിശന്നാ വന്നേക്കുന്നത് അല്ലേ? വിശന്ന് വന്നിരിക്കുക. അപ്പൊ ഈ സഹോദരൻ ഇദ്ദേഹത്തോട് പറയാണ്, അപ്പം വേണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ അപ്പം ഉണ്ടോ? ഇദ്ദേഹത്തിന്റെ അപ്പം ഉണ്ടോ ഇദ്ദേഹത്തിന്റെ കയ്യില്? ഇല്ല. പക്ഷെ ഇദ്ദേഹത്തിന് അറിയാം അപ്പം എവിടെ ഉണ്ടെന്ന്. ഇദ്ദേഹത്തിന്റെ സ്നേഹിതനാണ് ഇദ്ദേഹം. 3 പേരും സ്നേഹിതന്മാർ. ഇദ്ദേഹത്തിന് അറിയാം ഈ അപ്പം എവിടെ കിട്ടുമെന്ന്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഓടി ആ സ്നേഹിതൻ ഇറങ്ങി. എന്താ പറയുന്നത്? എനിക്ക് 3 അപ്പം തരണം, എന്റെ വീട്ടിൽ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്ത് പറയും? എന്നെ ശല്യം ചെയ്യരുത്, കതക് അടച്ചിരിക്കുന്നു. ശല്യം ചെയ്യக்கூടാതെ, ശല്യം ചെയ്യരുത്. പൈതങ്ങൾ കിടക്കുന്നു. ഇവിടെ എന്തോ ഉണ്ട്. ഇങ്ങ എന്നെ ഇരിക്കെ. പക്ഷെ അപ്പം കൊടുക്കത്തില്ല. ഇത് എന്തോ പറഞ്ഞത്? കഥ കടച്ചു, നീ എന്നെ ശല്യപ്പെടുത്തരുത്. ഇദ്ദേഹത്തിന് അറിയാം ഇവിടെ അപ്പം ഉണ്ടോ. സ്തോത്രം. അടുത്ത വാക്യത്തേക്ക് കർത്താവ് പറയുന്ന വാക്യമുണ്ട്. എന്താ വാക്യം? മൂന്ന് കാര്യം. യാചിക്കുക. 2 സീക്ക് ചെയ്യുക, അന്വേഷിക്കുക. 3 നോക്ക് ചെയ്യുക, മുട്ടുക. ഇതിവിടെ വന്ന് യാചിച്ചു, എനിക്ക് അപ്പം വേണം. അപ്പൊ ഇതിനകത്തിന്റെ അപ്പമില്ല.
ഇദ്ദേഹം ഓടി ചെന്ന് അവിടെ സീക്ക് ചെയ്ത് അന്വേഷിച്ച് എവിടെ അപ്പം കിട്ടും. അപ്പം ഇത് മനസ്സിലാക്കിടത്തുണ്ട്. അവിടെ ചെന്ന് ജോക്ക് ചെയ്യുക. ഇദ്ദേഹമാണ് അപ്പമായിട്ടിരിക്കുന്ന പാർട്ടി. അപ്പം ഉള്ള ആൾ ഇദ്ദേഹമാണ്. ഇവിടെ തന്നെ ഭയങ്കര സ്നേഹമോ പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു സ്നേഹിതനാകൊണ്ട് എന്ത് വായിച്ചിട്ട് ആ ഭാഗം അപ്പം അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ കുട്ടിക്കമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും. കേട്ടോ, സ്നേഹിതനാ ഫ്രണ്ടാ, പക്ഷെ സ്നേഹിതനാകൊണ്ട് കൊടുക്കത്തില്ല. സ്നേഹിതനാകുന്നതുകൊണ്ട് കൊടുക്കത്തില്ല. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് കൊടുത്തത്? ലജ്ജ കൂടാതെ തട്ടുക. പിന്നെ തട്ടുക. അപ്പം തന്നെ വേണ്ടത്. സ്തോത്രം. പ്രൈസിലോ സ്തോത്രം. ഇദ്ദേഹം ലജ്ജ കൂടാതെ തട്ടുന്നു. ഇദ്ദേഹം പറയണം എന്റെ കൂടെ എന്ത് കിടക്കുന്നു? പൈതങ്ങളുണ്ട്, കഥ കടച്ചിരിക്കുന്നു. സ്തോത്രം. ഇത്രയും കർത്താവ് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അല്ല, മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പം നിർത്തി നിങ്ങൾ മനസ്സിലായോ? ഈ 3 പേര്, ഒന്ന് പിതാവാകട്ടോ. ഇദ്ദേഹം ഇവിടെ പിതാവായിട്ട് ദൈവത്തെയാണ് കാണിക്കുന്നത്. പൈതങ്ങളെ ഇവിടെ കിടക്കുന്നു, കഥ അടച്ചിരിക്കുന്നു. അപ്പം എൻ്റെ ഉണ്ട്, പക്ഷെ തരാൻ പറ്റത്തില്ല. അദ്ദേഹം സ്നേഹിതനാണ്. അദ്ദേഹം ഇങ്ങനെ നോക്കിയുമാണ്. എനിക്ക് അപ്പം കിട്ടിയേ പറ്റത്തുള്ളൂ, അല്ലേ? നമ്മളൊക്കെ എങ്ങനെ വിചാരിച്ചേക്കുന്നത്? കർത്താവ് പറഞ്ഞത് കാര്യം കറക്റ്റാണ്. നമ്മുടെ ധാരണ എന്താണ്? എനിക്ക് കിട്ടിയേ പറ്റത്തുള്ള പ്രാർത്ഥനയാണ്, അല്ലേ? നമ്മുടെ പ്രാർത്ഥനയല്ല എന്തുവാ? നമ്മൾ പഴയ നിയമത്തിൽ പഠിച്ചിട്ടുള്ള പ്രാർത്ഥന എങ്ങനെയാണ്? യാക്കോബ് ദൂതനുമായിട്ട് മനസ്സിലാക്കിയത് പറഞ്ഞിട്ട് ഓർമ്മയുള്ളത് പറയുന്നത്